Hi and welcome to a video on OET Speaking. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OET സ്പീക്കിങ്ങിൽ നിങ്ങൾ വരുത്താൻ സാധ്യതയുള്ള മിസ്റ്റേക്സിനെ കുറിച്ചാണ്. Are you making these mistakes? ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ പറയുന്ന മിസ്റ്റേക്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ definitely you need to correct them. So I've handpicked certain, let's say top 5 mistakes that I've noticed most of the candidates make when it comes to speaking. ഏതൊക്കെയാണ് ആ മിസ്റ്റേക്സ് എന്ന് നമുക്ക് നോക്കാം. സോ ഞാൻ ആ മിസ്റ്റേക്സിലേക്ക് കടക്കുന്നതിന് മുന്നേ OET സ്പീക്കിംഗ് എന്താണെന്നൊരു ക്വിക്ക് ഓവർവ്യൂ നമുക്ക് നടത്തിയാലോ. സ്പീക്കിംഗ് ഒരു റോൾ പ്ലേ ആണ്. ആൻഡ് ആസ് എ കാൻഡിഡേറ്റ് you will be required to perform on 2 role cards. 2 role play sessions ആയിരിക്കും നിങ്ങൾക്ക് ഇനാക്ട് ചെയ്യേണ്ടത്. And you're going to speak to your interlocutor. Now, depending on your profession, the interlocutor will take up the role of the patient or the patient's bystander. നിങ്ങളുടെ പ്രൊഫഷൻ വെറ്റ് ആണെങ്കിൽ, if you're a vet, the person you're going to talk to on the day of the exam will be the owner of the pet. സോ നിങ്ങളൊരു നേഴ്സ് ആണെങ്കിൽ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത് ഒന്നെങ്കിൽ നിങ്ങളുടെ പേഷ്യൻറ്റിനോടായിരിക്കും ഡയറക്റ്റ്ലി, ഓർ ഇറ്റ് കുഡ് ബി ദ പേഷ്യൻസ് റിലേറ്റീവ്. അതേപോലെ തന്നെ ഒരു ഡോക്ടർ ആണെങ്കിലും യു ഗോയിങ് ടു ടോക്ക് ടു ദ പേഷ്യൻറ്റ് ഓർ ദി പേഷ്യൻസ് റിലേറ്റീവ്. സോ ഡിപ്പെൻഡിങ് ഓൺ യുവർ ടാസ്ക് യു ഹാവ് ടു ഇനാക്ട് 2 റോൾ കാർഡ്സ്. 5 minutes ആണ് ഓരോ റോൾ കാർഡ് പെർഫോം ചെയ്യാനുള്ള നിങ്ങളുടെ ടൈം. ഈ 5 മിനിറ്റ് കംപ്ലീറ്റ്ലി യൂസ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. You are responsible for the entire conversation that happens. As a candidate, you have to initiate the conversation. You have to ensure that the conversation is continuing smoothly. You have to ensure that you're including the interlocutor. So you're including the patient or the patient's relative in your conversation. മിക്ക സ്റ്റുഡൻസിന് ഞാൻ കണ്ടിരിക്കുന്ന ഒരു പ്രശ്നം വെച്ചാൽ അവർ ഈ റോൾ കാർഡ് ഇനാക്ട് ചെയ്യുമ്പോൾ അവരുടെ ധാരണ എന്താണ്? OET സ്പീക്കിംഗ് ടെസ്റ്റാണ്, സോ ഐ ഹാവ് ടു കണ്ടിന്യൂസ്ലി സ്പീക്ക്. അതാണ് പല സ്റ്റുഡൻസിൻ്റെയും കോൺസെപ്റ്റ്. അത് തെറ്റായ ധാരണയാണ്. ബിക്കോസ് OET സ്പീക്കിംഗ് ഞാൻ പറഞ്ഞ പോലെ ഒരു റോൾ പ്ലേ ആണ്, ഒരു കോൺവെർസേഷനാണ്. ഡയലോഗ്സ് ഉണ്ടായിരിക്കണം. ഇറ്റ് ഈസ് നോട്ട് എ മോണോലോഗ്. മോണോലോഗ് എന്ന് പറഞ്ഞാൽ ഒറ്റൊരാൾ സംസാരിക്കുന്നതാണ്. പക്ഷേ ഡയലോഗ് വരുമ്പോൾ 2 അതിൽ കൂടുതലോ ആൾക്കാർ സംസാരിക്കും. അപ്പോൾ OET റോൾ കാർഡിൽ 2 പേരാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ 5 മിനിറ്റിലെ ഡ്യൂറേഷൻ ആസ് എ കാൻഡിഡേറ്റ് നിങ്ങൾ മാത്രം മെജോറിറ്റി ഓഫ് ദ ടൈം സംസാരിക്കുകയാണെങ്കിൽ യു വിൽ എൻഡ് അപ്പ് ഗെറ്റിംഗ് എ വെരി ലോ സ്കോർ ഫോർ യുവർ സ്പീക്കിംഗ്. സോ യു ഹാവ് ടു എൻഷുർ ദാറ്റ് ദ പേഷ്യൻറ്റ് സ്പീക്സ് മോർ. നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് അവരായിരിക്കണം കുറച്ച് കൂടുതൽ, നിങ്ങളെക്കാളും ലെറ്റ്സ് ഒരു ചെറിയ പേഴ്സൺ കൂടുതൽ സംസാരിക്കുന്നത് അവരായിരിക്കണം. അപ്പം നമ്മളായിരിക്കണം കോൺവെർസേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യണം, നമ്മൾ എൻഷുർ ചെയ്യണം നമ്മൾ അത് കണ്ടിന്യൂസ് കൊണ്ടുപോകുന്നുണ്ട്. പ്ലസ് 5 minutes വരെ നമ്മളത് പ്രൊലോങ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദ 5 minutes ദ ഇൻ്റർലോക്യൂട്ടർ വിൽ സ്റ്റോപ്പ് യു സേയിങ് ദാറ്റ്സ് ദി എൻഡ് ഓഫ് യുവർ ടൈം. സോ അതുവരെ നമുക്ക് സംസാരിക്കണം. അതുവരെ സംസാരിക്കാൻ നമ്മുടെ റോൾ കാർഡിൽ നമുക്ക് സർട്ടൻ ടാസ്ക്സ് ഉണ്ടാവും. മോസ്റ്റ്ലി നമുക്ക് കാണുന്ന കാർഡ്സിലൊക്കെ ഒരു 4 to 5 ടാസ്ക്സ് എന്തായാലും ഉണ്ടാവും. സം റോൾ കാർഡ്സ് വുഡ് ഹാവ് മേ ബി 6 or 8 ടാസ്ക്സ്. സർട്ടൻ റോൾ കാർഡ്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും 3 or 4 ടാസ്ക്സ് മാത്രം ഉണ്ടാവും. എത്ര നമ്പർ ഓഫ് ടാസ്ക്സ് ഉണ്ടെങ്കിലും നിങ്ങളുടെ ഇനാക്ടിങ് ടൈം 5 minutes മാത്രമാണ്. ഇനി ടാസ്കിൻ്റെ നമ്പർ കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും നിങ്ങൾ ആ 5 minutesലായിരിക്കണം കോൺവെർസേഷൻ നടത്തുന്നത്. സോ വിത്തൗട്ട് വെയിറ്റിംഗ് എനി ലോങ്കർ ലെറ്റ്സ് സീ നിങ്ങൾ നടത്തുന്ന ടോപ്പ് 5 പോസിബിൾ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനത് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അയ്യോ ഞാനും ആ മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന് തോന്നുകയാണെങ്കിൽ ഡു നോട്ട് വറി, ജസ്റ്റ് കറക്റ്റ് ഇറ്റ്. ഓക്കെ. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ വീഡിയോ ഐ വിൽ ഓൾസോ ഗിവ് യു എ ടിപ്പ്. എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീക്കിംഗ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുക എന്നൊരു ടിപ്പും കൂടി ഞാൻ വീഡിയോയിൽ അവസാനം പറയുന്നതായിരിക്കും. സോ വെയിറ്റ് ടിൽ ദി എൻഡ്. ദ ഫസ്റ്റ് മിസ്റ്റേക്ക് ദാറ്റ് സ്റ്റുഡൻസ് മേക്ക് ഇസ് നോട്ട് ആസ്കിങ് ഇഫ് എനിത്തിങ് ഈസ് അൺക്ലിയർ. നമുക്ക് റോൾ കാർഡ് ഇനാക്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു 3 minutes ടൈം പ്രിപ്പറേഷനായിട്ട് ഇൻ്റർലോക്യൂട്ടർ തരുന്നതായിരിക്കും. ആ 3 മിനിറ്റിലെ സമയം നമ്മൾ എഫിഷ്യൻ്റ്ലി ആൻഡ് ഇഫക്റ്റീവ്ലി യൂസ് ചെയ്യണം. Of course, at the preparation time, which means
we have to read the roll card and decide എങ്ങനെയൊക്കെയാണ് നമ്മൾ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക, what are the points we can include, how do we handle these tasks. ഇതൊക്കെ പ്ലാൻ ചെയ്യാനുള്ളൊരു പ്രിപ്പറേഷൻ ടൈമാണ് ആ 2 to 3 minutes ടൈം. ആ ഒരു പ്രിപ്പറേഷൻ ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ റോൾ കാർഡിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അൺക്ലിയർ ആയി തോന്നുകയാണെങ്കിൽ, അതായത് വ്യക്തമായി മനസ്സിലാവുന്നില്ല, ഇറ്റ് കുഡ് ബി പ്രൊനൗൺസിയേഷൻ, ഒരു വേർഡ് കണ്ടു റോൾ കാർഡിൽ, അതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് അറിയില്ല, അങ്ങനത്തെ ഒരു കാര്യമോ അതോ എന്താണ് ആ ഡിസീസ് കണ്ടീഷൻ എന്ന് വ്യക്തമായൊരു ധാരണയില്ലെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു പ്രിപ്പറേഷൻ ടൈമിൽ ഇൻ്റർലോക്യൂട്ടറിനോട് ചോദിക്കാം. ഇനി അഥവാ നിങ്ങൾ ഇൻ്റർലോക്യൂട്ടറിനോട് ചോദിക്കുമ്പം അവർക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിനുവേണ്ടി മാർക്സ് റെഡ്യൂസ് ചെയ്യില്ല, ബിക്കോസ് എക്സാമിനേഴ്സ് ആയിരിക്കും നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. എക്സാമിനേഴ്സ് നിങ്ങളുടെ ഓഡിയോ റെക്കോർഡഡ് സ്പീക്കിംഗ് മാത്രമായിരിക്കും കേൾക്കുന്നത്. സോ നിങ്ങൾ പ്രിപ്പറേഷൻ ടൈമിൽ ഇൻ്റർലോക്യൂട്ടറിനോട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ മാർക്സിനെ ഒരു രീതിയിലും ബാധിക്കില്ല. ഈ അതേ പ്രിപ്പറേഷൻ ടൈമിൽ തന്നെ നമ്മൾ റോൾ കാർഡിൽ തന്നിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ക്ലിയർലി വായിച്ചിരിക്കണം. ഇഫ് യു ഡോണ്ട് മേക്ക് പ്രോപ്പർ യൂസ് ഓഫ് ദ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, നിങ്ങളുടെ കോൺവെർസേഷൻ നല്ല സ്മൂത്ത് ആയിട്ടായിരിക്കില്ല റൺ ചെയ്യുന്നത്. മേക്കിംഗ് പ്രോപ്പർ യൂസ് ഓഫ് ദ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. പിന്നെ അവർ ചെയ്യുന്നൊരു കാര്യം വെച്ചാൽ, എന്തെങ്കിലും ഒരു ക്ലാരിറ്റി വേണമെങ്കിൽ അവർ ചോദിച്ച് മനസ്സിലാക്കില്ല. അതേ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഹൂ ആർ വി ടോക്കിംഗ് ടു. നമ്മൾ ഡയറക്റ്റ്ലി പേഷ്യൻറ്റിനോടാണോ സംസാരിക്കുന്നത് അതോ പേഷ്യൻറ്റിൻ്റെ കൂടെ വന്ന ഒരാളോടാണോ സംസാരിക്കുന്നതെന്നൊക്കെ നമുക്ക് വ്യക്തമായ ധാരണ വേണം. ഒരു റോൾ കാർഡ് നോക്കിയാലോ? I'll explain what do I mean by these. The first problem is unclear about things in the roll card and not asking if clarification is required. ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ വരുന്ന പ്രശ്നം വെച്ചാൽ, വി ആർ നോട്ട് മേക്കിംഗ് സഫിഷ്യൻറ്റ് യൂസ് ഓഫ് ദി ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ. അപ്പോൾ നമ്മുടെ സെറ്റിംഗ് ഹോസ്പിറ്റൽ വാർഡാണ്, ഇതാണ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ. ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ വായിക്കുമ്പോൾ വി നോ വി ആർ ദ നഴ്സ്. സംടൈംസ് യു ആർ നോട്ട് ക്ലിയർ ഹൂ വി ആർ ടോക്കിംഗ് ടു. നമ്മൾ ഡയറക്റ്റ്ലി പേഷ്യൻറ്റിനോടാണോ അതോ റിലേറ്റീവിനാണോ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ വായിക്കണം. യു ആർ സ്പീക്കിംഗ് ടു ദി സൺ ഓർ ഡോട്ടർ. അപ്പോൾ ഹൂ ആർ വി ടോക്കിംഗ് ടു? വി ആർ ടോക്കിംഗ് ടു ദി റിലേറ്റീവ് ഓഫ് ദ പേഷ്യൻറ്റ്. നമ്മളിവിടെ ഡയറക്റ്റ്ലി പേഷ്യൻറ്റിനോടൊരു കോൺവെർസേഷൻ നടത്തുന്നില്ല. ആൻഡ് ഹൂ ഇസ് ദിസ് പേഷ്യൻറ്റ്? ദ പേഷ്യൻറ്റ് ഈസ് ആൻ 82-year-old ഫീമെയിൽ. 82-year-old ഫീമെയിൽ ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അവരെ വിശേഷിപ്പിക്കാൻ പറ്റുക? മദർ, റൈറ്റ്? സോ ഇറ്റ്സ് ദി മദർ ഓഫ് ദി സൺ ഓർ ദി ഡോട്ടർ. സോ നമ്മൾ ഇവരോട് റിലേറ്റീവിനോട് സംസാരിക്കുമ്പോൾ വി കൻ ആസ്ക് ഹൗ ഇസ് യുവർ മദർ ഡൂയിങ്, ഓർ വി കൻ തിങ്ക് ഓഫ് എ നെയിം ദാറ്റ് വി കൻ ഗിവ്. ഫോർ ഇൻസ്റ്റൻസ് നമുക്ക് പറയാം, ഹൗ ഇസ് മിസ്സസ് സ്മിത്ത് ഡൂയിങ് ടുഡേ. ഓക്കെ, സോ നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത് നമുക്ക് വ്യക്തമായൊരു ധാരണ വേണം. ആൻഡ് വി ഷുഡ് ബി ഏബിൾ ടു ഓൾസോ എൻഷുർ ദാറ്റ് വി ആർ മേക്കിംഗ് സഫിഷ്യൻറ്റ് യൂസ് ഓഫ് ദി ഇൻഫർമേഷൻ. അപ്പം ഇവിടെ എന്താ, സർജറി 2 weeks ago, വിച്ച് മീൻസ് ഇത് നോൺ പേഷ്യൻ്റ് ആണ് അല്ലേ. ഇവൻ ദ റിലേറ്റീവ് ഇസ് സംബഡി വി ആർ ഫെമിലിയർ വിത്ത്, ആൻഡ് the patient will be in the son or daughter's care for the 6-month recovery period. So ഇതാണ് ഇതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്, 6-month recovery period. And sometimes, like I said, there could be words or things that you're not sure of. For example, ഈ ഒരു ബ്രാക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളുടെ 3-minute പ്രിപ്പറേഷൻ ടൈമിലായിരിക്കണം you need to clarify this with your interlocutor. And the condition itself, it says bunion. So do you read it as bunion surgery? Would you pronounce it as bunion surgery? എന്താണ് പ്രൊനൗൺസിയേഷൻ അറിയില്ലെങ്കിൽ നമ്മൾ ഈ 3 minutes ടൈം ഇഫക്റ്റീവ്ലി യൂസ് ചെയ്തിട്ട് ഇൻ്റർലോക്യൂട്ടറിനോട് ചെക്ക് ചെയ്യാം എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണത് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. സെക്കൻഡ് മിസ്റ്റേക്ക് that I've noticed most students make is rushing to finish the task. കാരണം ഈ സ്റ്റുഡൻസിന് അറിയാമല്ലോ 5 മിനിറ്റാണ് അവർക്ക് റോൾ കാർഡ് ഇനാക്ട് ചെയ്യാനുള്ള സമയമുള്ളത്. അപ്പോൾ ഈ 5 മിനിറ്റിൽ ഉള്ള ടാസ്ക്സ് മൊത്തം കംപ്ലീറ്റ് ചെയ്യണം എന്നൊരു ധാരണയിലാണ് അവർ റോൾ കോൺവെർസേഷൻ തുടങ്ങാറ്. സോ ദേ റഷ് ത്രൂ ദി ടാസ്ക്സ്. ഇനി അഥവാ റോൾ കാർഡിൽ 6 to 8 ടാസ്ക്സ് ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട, കാൻഡിഡേറ്റ്സ് ജസ്റ്റ് റഷ് ടു എൻഷുർ ദാറ്റ് ദേ ഫിനിഷ്. ബട്ട് റിമെമ്പർ, rushing is not important.
What is more important is how the conversation happens. ഏത് രീതിയിലാണോ കോൺവെർസേഷൻ നടക്കുന്നത് അതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. വിച്ച് മീൻസ് നമ്മൾ പേഷ്യൻറ്റിനെയും അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ആളെയും കൂടി ഇൻവോൾവ് ചെയ്ത് മാത്രമായിരിക്കണം നമ്മുടെ കോൺവെർസേഷൻ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ അഥവാ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടാസ്കിലാണ് കേട്ടോ, ആ ഒരു സമയത്ത് നമ്മൾ പേഷ്യൻറ്റിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇനി പേഷ്യൻ്റ് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടെൻഷനായിരിക്കും, കാരണം ഇനി എനിക്ക് 3 ടാസ്കും കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ പേഷ്യൻറ്റ് സംസാരിക്കുമ്പോൾ എനിക്ക് സഫീഷ്യൻറ്റ് ടൈം കിട്ടുമോ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു പേഷ്യൻറ്റിനോട് ഓക്കെ എന്നിട്ട് പിന്നെ അടുത്ത ടാസ്കിലേക്ക് പോവാം, അങ്ങനത്തെ ഒരു രീതി പാടില്ല. കോൺവെർസേഷൻ റിയലി മാറ്റേഴ്സ്. സോ മേക്ക് ഷുവർ യു ആർ ഗിവിങ് സഫീഷ്യൻറ്റ് ടൈം ഫോർ ദ പേഷ്യൻറ്റ് ടു ടോക്ക്. അതേപോലെ തന്നെ പേഷ്യൻ്റ് എന്തെങ്കിലും റെലവൻറ്റോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്നോളജ് നമ്മൾ ചെയ്യണം. അതിനുശേഷം മാത്രമേ അടുത്ത ടാസ്കിലേക്ക് പോകാൻ പാടുള്ളൂ. ഇനി വാട്ട് ഇഫ് യു ഡിഡ് നോട്ട് കംപ്ലീറ്റ് ഓൾ ദ ടാസ്ക്സ്? ലെറ്റ്സ് സേ 6 ടാസ്ക്സ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ റോൾ കാർഡിൽ 5 മിനിറ്റ് സമയം കഴിയുമ്പോൾ നിങ്ങൾ 5ാമത്തെ ടാസ്കിലാണ്, 6ാമത്തെ ടാസ്ക് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. വിൽ ദാറ്റ് എഫക്റ്റ് യുവർ സ്കോർ? ഐ വുഡ് സേ നോ. സോ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് കംപ്ലീറ്റിംഗ് ഓൾ ദ ടാസ്ക്സ്, ഇറ്റ്സ് അബൌട്ട് ഹൗ മീനിങ് യുവർ കോൺവെർസേഷൻ വാസ്. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ഇത് നോക്കാം. റഷിങ്, അതിനൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വിചാരം എന്താണ് ആസ് എ കാൻഡിഡേറ്റ്? അയ്യോ ഇത്രത്തോളം ടാസ്ക്സ് ഉണ്ടോ? 1 2 3 4 5 6 ഇൻ 5 minutes ടൈം എനിക്ക് 6 ടാസ്ക്സും കംപ്ലീറ്റ് ചെയ്യണം. സോ ഞാൻ റഷ് ചെയ്യും. എങ്ങനെയാണ് ഞാൻ റഷ് ചെയ്യുക? ആസ്ക് ദ പേഷ്യൻ്റ് അബൌട്ട് ദ സിംറ്റംസ്. സോ ഞാൻ ചോദിക്കും, ഹായ്, so can you please tell me what exactly are you experiencing? What symptoms did you find out? And also I would want to explain why I feel that you suffer from hepatitis A. നമ്മൾ ഡയറക്റ്റ്ലി നെക്സ്റ്റ് ടാസ്കിലേക്ക് പോവുകയാണ്. മറിച്ച് നമ്മളിവിടെ നമ്മുടെ പേഷ്യൻറ്റിന് സംസാരിക്കാൻ ടൈം കൊടുക്കണം. സോ വൺസ് വി ആസ്ക് എ ക്വസ്റ്റ്യൻ, ഓക്കെ, ദാറ്റ്സ് യുവർ ഫസ്റ്റ് ടാസ്ക്. ആസ്ക് ദ പേഷ്യൻറ്റ്. പേഷ്യൻറ്റിനോട് നമ്മൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേഷ്യൻറ്റിന് സംസാരിക്കാനും സമയം കൊടുക്കണം. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഡു നോട്ട് റഷ്. നമ്മുടെ ഉദ്ദേശം ഈ തന്നിരിക്കുന്ന 6 ടാസ്കും 5 മിനിറ്റിനുള്ളിൽ തീർക്കുക എന്നതല്ല, ബട്ട് ടു മേക്ക് ഇറ്റ് എ വെരി ഇഫക്റ്റീവ് കോൺവെർസേഷൻ. നമ്മൾ എത്രത്തോളം എഫക്റ്റീവ് ആക്കിയിട്ടാണ് നമ്മുടെ കോൺവെർസേഷൻ ക്യാരി ചെയ്യുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ സംടൈംസ് നമ്മൾ ഈ റെക്കമെൻഡേഷൻ, നമ്മുടെ 3ാമത്തെ ടാസ്ക് റെക്കമെൻഡ് ദാറ്റ് എന്നാണ്. ചിലപ്പോൾ ഈ റെക്കമെൻഡേഷൻ കൊടുക്കുമ്പോൾ ഇറ്റ് ബിക്കം സ്ലൈറ്റ്ലി ലോങ്കർ. നമ്മൾ ഈ റെക്കമെൻഡേഷൻ കൊടുത്തതിന് ശേഷം പേഷ്യൻറ്റ് മേ ആസ്ക് യു എ ക്വസ്റ്റ്യൻ റിഗാർഡിങ് ദിസ്. എന്തെങ്കിലും മനസ്സിലായില്ല എന്ന് പറയുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ഈ പേഷ്യൻറ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് മാത്രമേ നമുക്ക് അടുത്ത ടാസ്കിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ മേക്ക് ഷുവർ യു ആർ നോട്ട് റഷിങ് ത്രൂ ദ ടാസ്ക്സ് ടു കംപ്ലീറ്റ് ഇറ്റ്. But what is important is how well the conversation happened. So do keep this in your mind. Another mistake is improper usage of words in brackets. നിങ്ങൾ റോൾ കാർഡ് നോക്കുകയാണെങ്കിൽ എല്ലാ റോൾ കാർഡിലും അല്ല, പക്ഷേ മിക്ക റോൾ കാർഡ്സിലും ബ്രാക്കറ്റ്സിൽ, അതായത് ടാസ്കിൽ ബ്രാക്കറ്റ്സിൽ ചില വേർഡ്സ് തന്നിട്ടുണ്ടാവും. സോ സം സ്റ്റുഡൻസ് ഡു നോട്ട് യൂസ് ഇറ്റ് പ്രോപ്പർലി. എങ്ങനെയാണ് ഇംപ്രോപ്പർ യൂസേജസ് വരുന്നത്? ഒന്ന്, the first improper usages that they simply read out what is given in the brackets as it is. അതാണ് ആദ്യത്തെ മിസ്റ്റേക്ക്. രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അവർ ആ ബ്രാക്കറ്റ്സിൽ തന്നിരിക്കുന്ന വേർഡ്സ് സഫീഷ്യൻ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യില്ല. അപ്പോൾ കേൾക്കുന്ന ഒരാൾക്ക് അത് വ്യക്തമായി മനസ്സിലായി എന്ന് വരില്ല. മൂന്നാമതൊരു പ്രശ്നമാണ് നോട്ട് സേയിങ് ഇൻ ദിയർ ഓൺ വേർഡ്സ്. അതായത് കാൻഡിഡേറ്റ് ബ്രാക്കറ്റ്സിൽ എന്താണോ തന്നിരിക്കുന്നത് അത് അതേപോലെ തന്നെ വായിക്കുകയാണ് ചെയ്യുക. മറിച്ച് യു ഹാവ് ടു ട്രൈ ആൻഡ് പാരഫ്രേസ് ഇറ്റ് ആൻഡ് യൂസ് യുവർ ഓൺ വേർഡ്സ്. എന്താണെന്ന് മനസ്സിലായോ? എക്സാമ്പിൾ നോക്കാം. ദി ഇംപ്രോപ്പർ യൂസ് ഓഫ് ഇൻഫർമേഷൻ ഇൻ ബ്രാക്കറ്റ്സ്. ഇതാണ് അടുത്ത ഒരു വലിയ പ്രോബ്ലം. നമുക്ക് എക്സാമ്പിളിലൂടെ തന്നെ മനസ്സിലാക്കാം. ഇപ്പം നമ്മുടെ ടാസ്കിൽ നോക്കുകയാണെങ്കിൽ ഓക്കെ ദ കണ്ടീഷൻ ഹിയർ ഇസ് ബ്രോക്കൺ ടോ. അതാണ് സംഭവം. എമർജൻസി ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ദാറ്റ്സ് എ സെറ്റിംഗ്. വിച്ച് മീൻസ് നമ്മുടെ ടോൺ എങ്ങനെയായിരിക്കും? സീരിയസ് ആണ്, ഇമ്മീഡിയറ്റ് കെയർ വേണം അല്ലേ? ഇമ്മീഡിയറ്റ് കെയർ ഓർ അറ്റൻഷൻ, പ്രോംപ്റ്റ് അറ്റൻഷൻ വേണ്ട ഒരു പേഷ്യൻ്റാണ്. സോ ആ രീതിയിലായിരിക്കണം നമ്മൾ പേഷ്യൻറ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ബ്രാക്കറ്റ്സിൽ കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്, റൈറ്റ്?
So the information in the brackets, what happens is, most students end up reading as it is. For example, we will task nokam, which says, tell the patient that it usually takes about 6 weeks to heal if cared properly. Okay, so and we tell the patient, let's call the patient Mr. John. Okay, so I say, okay, Mr. John, it usually takes around 6 weeks for the broken toe to heal. ഞാനിത് പറയുമ്പോൾ തന്നെ ഞാൻ ഇതേ ടാസ്കിൽ തന്നിരിക്കുന്ന സെയിം വേർഡ്സ് ആണ് യൂസ് ചെയ്തത്. അത് ഒരു മിസ്റ്റേക്കാണ്. രണ്ടാമത്തെ കാര്യം, ഐ എം കണ്ടിന്യൂയിങ്. ലെറ്റ് മീ ടെൽ യു ഹൗ യു ക്യാൻ കെയർ ഫോർ ദ ടോ. Make sure you use ice pack every 20 minutes for the first few days. Elevate the foot above heart level to reduce swelling and try to take rest. ഇത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഹാപ്പി ഫീലിംഗ് ആണ്. കാരണം നമ്മൾ വിചാരിക്കും നമ്മൾ എത്ര നല്ലോണമാണ് ആ പേഷ്യൻറ്റിന് ഇൻഫർമേഷൻ കൊടുത്തത്. ബട്ട് what we're doing is we are simply reading out what is given in the bracket, which is wrong. Instead, we'll have to paraphrase it. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ സ്വന്തം വേർഡ്സിൽ ഇത് പറയാൻ പറ്റുക? So you can try to put it into different stages or steps. Now you can say, there are a few things you have to be careful about. Number one is that every 20 minutes for the first few days, let's say for the first week or so, you have to ensure that you use ice packs. അപ്പം ഈ ഒരു ഫസ്റ്റ് പോയിന്റ് നമ്മുടെ സ്വന്തം വേർഡ്സിൽ പറയുക ചെയ്യുന്നത്. ഫോർ ദ ഫസ്റ്റ് ഫ്യൂ ഡേയ്സ്, അത് ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് നമ്മളൊരു ഫോം കൊടുക്കുകയാണ്. ലെറ്റ്സ് സേ 1 വീക്ക് നമുക്ക് പറയാം, അല്ലെങ്കിൽ നമുക്ക് 4 days എന്ന് പറയാം. വി ക്യാൻ ഡിസൈഡ് ഹൗ വി നീഡ് ടു പോർട്രേ ദാറ്റ്. If I'm going to say 4 days, I can say, the first 4 days, once you reach home, make sure you're applying ice pack. Maybe at the interval of 20 minutes. Angana paraya. Or I can say, for 20 minutes at different intervals for the first 4 days that you reach home. In different ways, but the idea is to paraphrase or reword it in such a way that you're not simply reading out what is given in the brackets. Another major problem is adding tasks. എന്താണ് adding tasks? ചില പ്രൊഫഷൻ അനുസരിച്ച്, ഇപ്പോൾ ഒരു നേഴ്സൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ സ്പീക്കിംഗ് എടുക്കുമ്പോൾ കണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, അവരുടെ പ്രൊഫഷൻ റിക്വയേഴ്സ് കളക്ടിങ് മെഡിക്കൽ ഹിസ്റ്ററി. So because it's a habit for them and they've been doing it as a part of their professional life, അവർ ഈ OET റോൾ കാർഡ് ഇനാക്ട് ചെയ്യുമ്പോഴും ചിലപ്പോൾ അഡീഷണൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്തേക്കാം. സോ ടേക്കിംഗ് ഡീറ്റെയിൽഡ് മെഡിക്കൽ ഹിസ്റ്ററി അല്ലെങ്കിൽ ടാസ്കിൽ തന്നിരിക്കാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ബിക്കോസ് ദേ ഫീൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോ അബൌട്ട് ദീസ് ഡീറ്റെയിൽസ്. ഇതൊക്കെയാണ് അവരുണ്ടാക്കുന്ന മേജർ മിസ്റ്റേക്സ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, we don't have to add any additional tasks. All we need to do is focus on the tasks given on the roll card. Let's explain this or get to know more about it with an example. A roll card nokam. Adding tasks. This is definitely a challenge. ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മുടെ മെഡിക്കൽ ക്ലിനിക്കാണ് സെറ്റിംഗ്. 35-year-old has recently started having difficulty eating food containing milk and milk products, stomach cramps, experiencing nausea. You suspect that the patient is showing symptoms of lactose intolerance. Now the first task endana, ask the patient about his or her symptoms. Second task, find out if the patient has experienced any stomach problems. Third task endana, give information aanu. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, വി മൈറ്റ് എൻഡ് അപ്പ് ആസ്കിങ് ടു മെനി ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് 2 ടാസ്ക് നമ്മൾ പേഷ്യൻറ്റിനോട് സിംറ്റംസ് ചോദിച്ചു. ഫോർ എക്സാമ്പിൾ, ഐ ആസ്ക് ദ പേഷ്യൻറ്റ്, കെൻ യു ടെൽ മീ വാട്ട് കൈൻഡ് ഓഫ് സിംറ്റംസ് യു ബീൻ എക്സ്പീരിയൻസിങ്? അത് ചോദിച്ചു. അപ്പോൾ പേഷ്യൻറ്റ് റിപ്ലൈ ചെയ്യും. അപ്പോൾ പേഷ്യൻറ്റ് റിപ്ലൈ ചെയ്യുമ്പോൾ ഐ മൈറ്റ് ആഡ് സെയിങ്, ഓ ഓക്കെ,
So did anyone in your family have such experiences before? Do you know of somebody in your family who suffers from similar symptoms? Because sometimes certain conditions could be something that you get from your family. Maybe your parents have it or your uncles have it. So that could be one reason why you're suffering from similar symptoms. ഇത്രയും ഞാൻ പറഞ്ഞത് are irrelevant because it's not given in the task. Symptoms ചോദിച്ചതിന് ശേഷം I have to talk about stomach problems. So we might end up asking too many questions which are not relevant or required. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ചോദിച്ചേക്കാം, what kind of food really gives you such problems? How often you've noticed it? Can you tell me the first time you found it out? അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിൻ്റെ റെലവൻസ് ഇവിടെ വരുന്നില്ല. So make sure you're not adding on to tasks. Yes, and finally, ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ടാക്കുന്ന വേറൊരു മിസ്റ്റേക്ക് ഡെഫിനറ്റ്ലി യൂസിങ് എ ലോട്ട് ഓഫ് മെഡിക്കൽ ജാർഗൻസ് ഓർ ടെർമിനോളജി ആണ്. നമുക്ക് ആസ് പ്രൊഫഷണൽസ്, ആസ് മെഡിക്കൽ പ്രൊഫഷണൽസ്, വി ആർ കംഫർട്ടബിൾ വിത്ത് യൂസിങ് സർട്ടൻ മെഡിക്കൽ ജാർഗൻസ്. അത് നമ്മുടെ കൊളീഗ്സ് അല്ലെങ്കിൽ നമ്മുടെ വർക്ക് പ്ലേസിൽ നമ്മുടെ കൊളീഗ്സോ സുപ്പീരിയേഴ്സിനോടോ സംസാരിക്കുമ്പോൾ നമ്മൾ മെഡിക്കൽ ജാർഗൻസ് യൂസ് ചെയ്യാറുണ്ട്. കാരണം അവർക്ക് മനസ്സിലാവും, ദേ ആർ ഓൾസോ ഫ്രം എ സിമിലർ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും ആ ഒരു പേഷ്യൻറ്റിനോട് സംസാരിക്കുന്നത്. സോ ദേ മൈറ്റ് എൻഡ് അപ്പ് യൂസിങ് എ ലോട്ട് ഓഫ് മെഡിക്കൽ ടെർമിനോളജീസ്. അതൊരു വലിയ മിസ്റ്റേക്കാണ്. ഇനി ഇങ്ങനെ മെഡിക്കൽ ടെർമിനോളജി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വി ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ദ പേഷ്യൻറ്റ് ഓൾസോ നോസ് അബൌട്ട് ഇറ്റ്. ഇനി പേഷ്യൻറ്റിന് അറിയാത്ത അല്ലെങ്കിൽ മനസ്സിലാത്തൊരു മെഡിക്കൽ ടെർമിനോളജി ആണ് നമ്മൾ നമ്മുടെ കോൺവെർസേഷനിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കത് ഡിഫൈൻ ചെയ്ത് കൊടുക്കേണ്ട ബാധ്യതയും കൂടിയുണ്ട്. So make sure you are not using a lot of medical jargons or terminologies. അതിന് പകരം യൂസ് ലേമൻ ലാംഗ്വേജ്. എന്താണ് ഈ ലേമൻ ലാംഗ്വേജ്? ലേമൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യർക്ക്, കോമൺ പീപ്പിൾ മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും മെഡിക്കൽ കോൺസെപ്റ്റ്സ് വരികയാണെങ്കിൽ തന്നെ അത് ഏറ്റവും സിംപ്ലിഫൈ ചെയ്തിട്ട് ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു സാധാരണ ആൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണം നമ്മൾ നമ്മുടെ കോൺവെർസേഷനിൽ അത് ഇൻക്ലൂഡ് ചെയ്യാൻ. എസ്പെഷ്യലി വെൻ വി ടോക്കിംഗ് അബൌട്ട് ഡിസീസ് കണ്ടീഷൻസ് ഓർ എന്തൊക്കെ ട്രീറ്റ്മെൻ്റ് ആണ് ആവശ്യമുണ്ടാവുക ടു ദ പേഷ്യൻ്റ് ഓർ ദ പേഷ്യൻസ് റിലേറ്റീവ്, മേക്ക് ഷുവർ നമ്മൾ കൂടുതൽ മെഡിക്കൽ ടെർമിനോളജീസ് യൂസ് ചെയ്തിട്ട് അവരെ പേടിപ്പിക്കാതിരിക്കുക. ഓക്കെ, സോ അഗൈൻ ആസ് ഓൾവേസ് ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദി എക്സാമ്പിൾ. Using medical jargons or terminology. Let's see what I mean by this. Okay, now here the setting is Mayo Skincare Clinic and you are the head nurse. A patient has come with skin problem. It is noted to be rosacea. So idana oru medical jargon. Now the patient is nervous and the doctor has sent for you to give further instructions. So our task endana as a nurse, explain that there is no treatment for rosacea. So what we do is nammude task il idu mention cheyidondu we might end up using these medical terms. So we're talking to this patient. Let's say her name is Mary and I say, "Hi Mary, I'm sure the doctor has told you that you're suffering from rosacea. But do not worry, it's not a very serious condition and it can be easily controlled." So when you use the word rosacea exactly as it is, it might scare the patient, right? Because they have no idea what rosacea is. From the medical field, namakku ariyam adoru skin problem matramanu. But when we use such a big term that's very unfamiliar, that could really give a lot of worry to the patient as to what is wrong. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. So even if we use the word rosacea, we need to try and explain it. So if I say, "Hi Mary, I'm sure the doctors told you about the problem that you're having. It's called rosacea. It's nothing big as such. It's just a skin problem. And because of this particular skin condition, your skin, especially the areas which are exposed to the sun, might become really pink or red." ഇത് ഞാൻ സിംപ്ലിഫൈ ചെയ്തതാണ്. എന്താണ് rosacea? So try to simplify it and check if the patient knows about it. ഇതാണ് നമ്മൾ മെഡിക്കൽ ടെർമിനോളജി അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്നത്.
Yes, so these are the top 5 mistakes that I've made a note of that most students make. But if you are making these mistakes in your conversation, make sure to stay clear of them. ഞാൻ ഇനീഷ്യലി പ്രോമിസ് ചെയ്ത പോലെ തന്നെ I'm going to end this video with a tip to improve your speaking. ഇത് പല സ്റ്റുഡൻസും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് എനിക്ക് എൻ്റെ സ്പീക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക? അവർക്ക് വേണ്ടിയാണ് ഈ ടിപ്പ്. ഇനി അടുത്ത തവണ നിങ്ങൾ നിങ്ങളുടെ കോൺവെർസേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, മേ ബി വിത്ത് എ ഫ്രണ്ട്, വിത്ത് എ ട്രെയിനർ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, റെക്കോർഡ് യുവർ സ്പീക്കിംഗ്. അത് നിങ്ങളുടെ ഫോണിൽ തന്നെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ റെക്കോർഡർ ഓൺ ചെയ്യുക, നിങ്ങളുടെ സ്പീക്കിംഗ് സെഷൻ പ്രാക്ടീസ് ചെയ്യുക. അറ്റ് ദി എൻഡ് ഓഫ് ദ സ്പീക്കിംഗ് സെഷൻ നിങ്ങൾ നിങ്ങളുടെ റെക്കോർഡിംഗ് പ്ലേ ബാക്ക് ചെയ്തിട്ട് കേൾക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുക? നിങ്ങൾക്ക് നിങ്ങളുടെ ടോൺ മനസ്സിലാവും, നിങ്ങൾ ടാസ്ക്സ് ഓരോന്നും എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തതെന്ന് മനസ്സിലാവും. നിങ്ങൾ അഥവാ റഷ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും, അല്ലേ? ഇനി അഥവാ നിങ്ങൾ റോൾ കാർഡിൽ തന്നിരിക്കുന്ന ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ അതേപടി വായിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെയാണ് നിങ്ങളുടെ തെറ്റുകളെന്ന്. ചിലപ്പോൾ നമ്മൾ സീരിയസ് ആവേണ്ട സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി കാമായിട്ട് ഒരു ബാഡ് ന്യൂസ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി സീരിയസ് ടോൺ, കുറച്ചുകൂടി കാമായിട്ട്, കുറച്ചുകൂടി സ്ലോ ആയിട്ട് സംസാരിക്കണം. അങ്ങനെ നമ്മൾ സംസാരിക്കാറുണ്ടോ? ഇനി നമ്മൾ ചിലപ്പം ഒരു ആംഗ്രി അജിറ്റേറ്റഡ് പേഷ്യൻറ്റിനോടാണ് സംസാരിക്കുന്നെങ്കിൽ നമുക്ക് ദേഷ്യം വരാറുണ്ടോ? ഇതൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ സ്പീക്കിംഗ് നമ്മൾ കേട്ടേ പറ്റും. പ്രൊനൗൺസിയേഷൻ മിസ്റ്റേക്സ് ഉണ്ടോ? നമ്മൾ പറയുന്ന സെൻറ്റൻസസിലാണോ മിസ്റ്റേക്ക്? എന്താണ് നമ്മുടെ പ്രോബ്ലം എന്ന് മനസ്സിലാക്കാൻ നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ കേട്ടേ പറ്റും. അതുകൊണ്ട് മേക്ക് ഇറ്റ് എ ഹാബിറ്റ് ടു റെക്കോർഡ് യുവർ കോൺവെർസേഷൻ ആൻഡ് പ്ലേ ബാക്ക്. റെക്കോർഡിംഗ് മാത്രം ചെയ്താൽ പോരാ, നിങ്ങൾ റെക്കോർഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ കോൺവെർസേഷൻ പ്ലേ ബാക്ക് ചെയ്യണം. പ്ലേ ബാക്ക് ചെയ്ത് കേൾക്കുന്ന സമയം കീപ് ദി സ്പീക്കിംഗ് അസസ്മെൻറ്റ് ക്രൈറ്റീരിയ ഓപ്പൺ. അത് ഫ്രീലി അവൈലബിൾ ആണ് ഫോർ യു ടു ഡൗൺലോഡ് ഓവർ ദി ഇൻ്റർനെറ്റ്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് ആ അസസ്മെൻറ്റ് ക്രൈറ്റീരിയ ആയിട്ട് മാച്ച് ചെയ്ത് നോക്കുക നിങ്ങളുടെ കോൺവെർസേഷൻ. നിങ്ങൾ തന്നെ സ്വയം നിങ്ങളുടെ മിസ്റ്റേക്സ് കണ്ടെത്തുകയാണെങ്കിൽ യു ക്യാൻ ഈസിലി കറക്റ്റ് ദം. സോ ഹോപ്പ് ദിസ് ടോപ്പ് ടിപ്പ് വിൽ റിയലി ഹെൽപ്പ് യു improve your speaking. Thank you so much for watching this video, and as always, keep the comments flowing in. Thank you.